അധ്യായം 10. വിജയിച്ച ഭാര്യയെ അംഗീകരിക്കാനാകാത്ത ഭർത്താവ്. ഫെഡിയുടെയും ഖാദറിൻ്റെയും കഥ. ചില വിവാഹങ്ങൾ ഭാര്യയുടെ പരാജയമല്ല പ്രശ്നം, അവളുടെ വിജയമാണ്. അവൾ ഉയരുമ്പോൾ കൂടെ ഉയരേണ്ട ഭർത്താവ് അവളെ താഴേക്ക് വലിക്കാൻ തുടങ്ങിയാൽ അവളുടെ സ്നേഹം പതുക്കെ മത്സരമായി മാറുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഞാനൊരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നടത്തുകയായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാനേജേഴ്സ്, സൂപ്പർവൈസേഴ്സ്, HR പ്രൊഫഷണൽസ്, ബിസിനസ് ലീഡേഴ്സ് എന്നിവരായിരുന്നു പങ്കെടുത്തവർ. ലീഡർഷിപ്പിൻ്റെ പല തലങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. ഒരു ഘട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഒരു യഥാർത്ഥ നേതാവിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണ്? പല ഉത്തരങ്ങൾ വന്നു. ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ക്രൈസിസ് മാനേജ്മെൻറ്റ്, ടീം ബിൽഡിംഗ്, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, എല്ലാം ശരിയായ ഉത്തരങ്ങൾ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കീഴിലുള്ള ഒരാൾ നിങ്ങളെക്കാൾ കഴിവുള്ളവനായി വളരുമ്പോൾ അയാളുടെ വളർച്ചയെ ഭയപ്പെടാതെ ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ലീഡർഷിപ്പിൻ്റെ വലിയൊരു പരീക്ഷണം. മുറി നിശബ്ദമായി. ഞാൻ തുടർന്നു, നിങ്ങൾ വളർത്തിയ ഒരാൾ ഒരു ദിവസം നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തിയാൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം. അയാളുടെ വിജയം നിങ്ങളുടെ പരാജയമല്ല. അന്ന് ക്ലാസ്സിൽ മുൻനിരയിലിരുന്ന ഒരു സ്ത്രീയെ ഞാൻ ശ്രദ്ധിച്ചു. ഏകദേശം 31 വയസ്സ്, കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവിൻ്റെ കോൺഫിഡൻസ്, വളരെ പ്രൊഫഷണലായ പെരുമാറ്റം. പക്ഷേ ആ വിഷയം സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവം മാറിയിരുന്നു. അവരുടെ പേര് കാതറിൻ. ട്രെയിനിങ് അവസാനിച്ചപ്പോൾ പലരും എന്നെ കാണാൻ വന്നു. എല്ലാവരും പോയ ശേഷം കാതറിൻ മാത്രം അവിടെ നിന്നു. സർ, ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ എ ഫ്യൂ മിനിറ്റ്സ്? തീർച്ചയായും. അവൾ എൻ്റെ മുമ്പിൽ ഇരുന്നു. കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നീട് ചോദിച്ചു, സർ, നിങ്ങൾ ഇന്ന് പറഞ്ഞ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾ വിവാഹ ജീവിതത്തിലും ബാധകമാണോ? ഞാൻ ചോദിച്ചു, ഏത് പ്രിൻസിപ്പിൾ? അവൾ പറഞ്ഞു, നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ നമ്മളെക്കാൾ വളരുമ്പോൾ അവരുടെ വളർച്ചയെ ഭയപ്പെടാതെ ആഘോഷിക്കാൻ കഴിയണം എന്ന് പറഞ്ഞില്ലേ? അതെ. കാതറിൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നീട് വളരെ പതുക്കെ പറഞ്ഞു, എങ്കിൽ എൻ്റെ വിവാഹ ജീവിതം തകർന്നതിൻ്റെ കാരണം എനിക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകുന്നു. അവിടെ നിന്നാണ് ഫെഡിയുടെയും ഖാദറിൻ്റെയും കഥ ഞാൻ കേൾക്കുന്നത്. കാതറിൻ തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഫെഡിക്ക് 35 വയസ്സ്, ഉയർന്ന വിദ്യാഭ്യാസം, ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജർ, നല്ല ശമ്പളം, നല്ല കുടുംബ പശ്ചാത്തലം. കാതറിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പക്ഷേ വിവാഹ സമയത്ത് വലിയൊരു കരിയർ അവൾക്കുണ്ടായിരുന്നില്ല. ഒരു ചെറിയ കമ്പനിയിൽ HR എക്സിക്യൂട്ടീവ്. ഫെഡിയുടെ ശമ്പളത്തിൻ്റെ പകുതി പോലും അവൾക്ക് ലഭിച്ചിരുന്നില്ല. അന്ന് ഫെഡിക്ക് ഖാദറിനെക്കുറിച്ച് വലിയ അഭിമാനമായിരുന്നു. സുഹൃത്തുക്കളോട് അയാൾ പറയുമായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് നല്ല കഴിവുണ്ട്, അവൾക്ക് ശരിയായൊരു അവസരം കിട്ടിയാൽ അവൾ വലിയ നിലയിലെത്തും. അത് കേൾക്കുമ്പോഴൊക്കെ ഖാദറിൻ സന്തോഷിക്കും. കാരണം അവൾ വിശ്വസിച്ചിരുന്നു, എൻ്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ ജീവിതം പിന്നീട് അവളെ മറ്റൊരു സത്യം പഠിപ്പിച്ചു. അവളുടെ സ്വപ്നങ്ങളെ ഫെഡി സ്നേഹിച്ചത് ആ സ്വപ്നങ്ങൾ തന്നേക്കാൾ ചെറുതായിരുന്ന കാലം വരെ മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഖാദറിന് ഒരു വലിയ കമ്പനിയിൽ അവസരം ലഭിച്ചു. HR മാനേജർ. ശമ്പളം ഏകദേശം ഇരട്ടിയായി. അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ച ദിവസം തന്നെ അവൾ ആദ്യം വിളിച്ചത് ഫെഡിയെയായിരുന്നു. ഫെഡി, എനിക്ക് പുതിയ ജോലി കിട്ടി. റിയലി? അതെ, HR മാനേജർ. ഫെഡി സന്തോഷത്തോടെ പറഞ്ഞു, ഫണ്ടാസ്റ്റിക്, ഞാൻ പറഞ്ഞില്ലേ നിനക്കതിന് കഴിയുമെന്ന്. ആ രാത്രി അവർ പുറത്തുപോയി ഭക്ഷണം കഴിച്ചു, അവരുടെ വിജയം ആഘോഷിച്ചു. അന്ന് ഖാദറിന് ഉറപ്പായിരുന്നു, എൻ്റെ വിജയം എൻ്റെ മാത്രം വിജയമല്ല, ഇത് ഞങ്ങളുടെ വിജയമാണെന്ന്. പക്ഷേ വിജയത്തിൻ്റെ വേഗം കൂടിയപ്പോൾ ബന്ധത്തിൻ്റെ സമവാക്യം പതുക്കെ മാറി തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ വീണ്ടും പ്രൊമോഷൻ, സീനിയർ HR മാനേജർ. പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് മീറ്റിംഗ്സ്, ഇൻ്റർനാഷണൽ പ്രോജക്ട്സ്, കോൺഫറൻസസ്, പ്രസൻറ്റേഷൻസ്, ബിസിനസ് ട്രാവൽ, ലിങ്ക്ഡനിൽ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്, റെക്കഗ്നിഷൻ. ഒരു ബിസിനസ് മാഗസിനിൽ അവളുടെ ഇൻ്റർവ്യൂ പോലും പ്രസിദ്ധീകരിച്ചു. ആ മാഗസിൻ കയ്യിൽ പിടിച്ച് അവൾ സന്തോഷത്തോടെ വീട്ടിലെത്തി. ഫെഡി, നോക്കൂ. അയാൾ മാഗസിൻ നോക്കി. കൊള്ളാം, അത്രമാത്രം. കാതറിൻ ശ്രദ്ധിച്ചു, പക്ഷേ വലിയ കാര്യമാക്കിയില്ല. എന്നാൽ മുമ്പ് അവളുടെ ചെറിയ വിജയത്തിന് പോലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന മനുഷ്യൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ എന്തേ ആ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു? ഒരു ദിവസം ഫെഡി ചോദിച്ചു, നിൻ്റെ ഓഫീസിൽ നിന്നെ റിപ്പോർട്ട് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഏകദേശം 32. മെന്നുണ്ടോ? ഉണ്ട്. എത്ര? കാതറിൻ ചിരിച്ചു. അതെന്തിനാ എണ്ണുന്നത്? ഫെഡി ഒന്നും പറഞ്ഞില്ല. പക്ഷേ കാതറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെയാണ് മാറ്റം വ്യക്തമായി തുടങ്ങിയത്. അത് സംശയം മാത്രമായിരുന്നില്ല, അതിൻ്റെ അടിയിൽ മറ്റൊന്നുണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി.
അടുത്ത പ്രൊമോഷന് ശേഷം കാദറിൻ്റെ ശമ്പളം ഫെഡിയുടേതിനേക്കാൾ കൂടുതലായി. കാദറിന് അതൊരു പ്രശ്നമായി തോന്നിയില്ല. അവളുടെ മനസ്സിൽ ഇത് നമ്മുടെ പണമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ വളർച്ചയാണ്. പക്ഷേ ഫെഡിയുടെ മനസ്സിൽ മറ്റൊരു കണക്ക് തുടങ്ങിയിരുന്നു. ഒരു കുടുംബസംഗമത്തിൽ ആരോ തമാശയായി ചോദിച്ചു, ഫെഡി, ഇപ്പോൾ കൂടുതൽ സാലറി കാദറിനാണല്ലേ? എല്ലാവരും ചിരിച്ചു. കാദറിനും ചിരിച്ചു, ഫെഡിയും ചിരിച്ചു. പക്ഷേ ചില തമാശകൾ പുറത്ത് ചിരിയായി അവസാനിച്ചാലും ഉള്ളിൽ മുറിവായി തുടരാം. വീട്ടിലെത്തിയപ്പോൾ ഫെഡി ചോദിച്ചു, എൻ്റെ സാലറി എല്ലാവരോടും പറയേണ്ട കാര്യമുണ്ടോ? കാതറിൻ ഞെട്ടി. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. പിന്നെ അവർ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. ഫെഡി പരിഹാസത്തോടെ പറഞ്ഞു. നിനക്കിപ്പോൾ വലിയ പൊസിഷനായല്ലോ, അതൊക്കെ എല്ലാവരെയും അറിയിക്കണമല്ലേ? കാതറിന് വേദനിച്ചു. ഫെഡി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നുമില്ല. സംഭാഷണം അവിടെ അവസാനിച്ചു. പക്ഷേ പ്രശ്നം അവിടെ ആരംഭിക്കുകയായിരുന്നു. മുമ്പ് കാതറിൻ ഓഫീസ് പ്രസൻറ്റേഷനെ കുറിച്ച് പറഞ്ഞാൽ ഫെഡി ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകില്ലല്ലോ. അവാർഡ് കിട്ടിയാൽ ഇതൊക്കെ കമ്പനീസ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കുന്നതല്ലേ? പ്രൊമോഷൻ കിട്ടിയാൽ ടൈമിംഗ് നന്നായി, അത്ര തന്നെ. ബിസിനസ് ട്രിപ്പ് വന്നാൽ നിനക്ക് വീട്ടിലിരിക്കാൻ സമയമുണ്ടോ? പുതിയ ഡ്രസ്സ് വാങ്ങിയാൽ, സീനിയർ പൊസിഷൻ ആയപ്പോൾ ലൈഫ് സ്റ്റൈലും മാറിയല്ലോ. ആദ്യം കാതറിൻ മറുപടി പറഞ്ഞു, പിന്നീട് വിശദീകരിച്ചു, പിന്നീട് കരഞ്ഞു, അവസാനം മിണ്ടാതെയായി. ഒരു ദിവസം കാതറിൻ കമ്പനിയുടെ റീജിയണൽ HR ഹെഡായി പ്രൊമോഷൻ ലഭിച്ചു. അവളുടെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം. അപ്പോയിൻമെൻറ്റ് മെയിൽ തുറന്നു വെച്ച് അവൾ ഏറെ നേരം ഇരുന്നു. സാധാരണ ആദ്യം വിളിക്കേണ്ടത് ഫെഡിയാണ്. പക്ഷേ അവൾ വിളിച്ചില്ല. വീട്ടിലെത്തിയിട്ടും പറഞ്ഞില്ല. 2 ദിവസത്തിന് ശേഷം മറ്റൊരാളിൽ നിന്നാണ് ഫെഡി വിവരമറിഞ്ഞത്. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. കാതറിൻ അയാളെ നോക്കി. പിന്നീട് പതുക്കെ പറഞ്ഞു, എൻ്റെ വിജയങ്ങൾ നിങ്ങളോട് പറയാൻ ഇപ്പോൾ എനിക്ക് പേടിയാണ് ഫെഡി. അയാൾ ഞെട്ടി. എന്ത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ തോറ്റാൽ നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കും, പക്ഷേ ഞാൻ ജയിച്ചാൽ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുന്നു. ഫെഡി മിണ്ടിയില്ല. അപ്പോൾ അവൾ ചോദിച്ച ചോദ്യം ദുബായിലെ ട്രെയിനിങ് ഹാളിൽ എൻ്റെ മുന്നിലിരുന്ന് വർഷങ്ങൾക്ക് ശേഷവും കാതറിൻ ഓർത്തിരുന്നു. എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ വിജയത്തിന് ഞാൻ എന്തിനാണ് ക്ഷമ ചോദിക്കേണ്ടത്? ഫെഡി അവളെ സ്നേഹിച്ചിരുന്നില്ലേ? സ്നേഹിച്ചിരുന്നു. കാതറിൻ ഫെഡിയെ അവമാനിച്ചിരുന്നോ? അവളുടെ വിവരണപ്രകാരം ഇല്ല. പണം ഉപയോഗിച്ച് അയാളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? കാതറിൻ്റെ അനുഭവത്തിൽ അവളുടെ വളർച്ചയെ ഫെഡി സ്വന്തം പരാജയത്തിൻ്റെ തെളിവായി കാണാൻ തുടങ്ങി. അവൾ ഉയർന്ന ഓരോ പടിയും അയാൾ താഴേക്ക് പോകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ ആത്മവിശ്വാസം അഹങ്കാരമായി തോന്നി. അവളുടെ റെക്കഗ്നിഷൻ സ്വന്തം അവഗണനയായി തോന്നി. അവളുടെ സ്വാതന്ത്ര്യം സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി തോന്നി. അവിടെയാണ് ഞാൻ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൽ പറഞ്ഞ ആശയം വിവാഹ ജീവിതത്തിലും പ്രസക്തമാകുന്നത്. മറ്റൊരാളുടെ വെളിച്ചം നിങ്ങളുടെ വെളിച്ചം കുറയ്ക്കുന്നില്ല. ഒരു യഥാർത്ഥ ലീഡർ തൻ്റെ ടീം മെമ്പർ വളരുമ്പോൾ ഇൻസെക്യൂർ ആകുന്നില്ല. അതുപോലെ പക്വതയുള്ള പങ്കാളി ജീവിത പങ്കാളിയുടെ വിജയത്തെ സ്വന്തം തോൽവിയായി കാണേണ്ടതുമില്ല. ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ കീനോട്ട് സ്പീക്കറായി കാതറിനെ ക്ഷണിച്ചു. അവൾക്ക് അതൊരു വലിയ അവസരമായിരുന്നു. ഫെഡി, നിങ്ങളും എൻ്റെ കൂടെ വരണം. എന്തിന്? എനിക്ക് സന്തോഷമാകും. ഫെഡി ചിരിച്ചു. എന്തായി ഇൻട്രൊഡ്യൂസ് ചെയ്യും? എന്ത്? റീജിയണൽ HR ഹെഡ് കാതറിൻ്റെ ഹസ്ബൻഡ് എന്നോ? കാതറിൻ നിശ്ചലയായി. നിങ്ങൾ എൻ്റെ ഹസ്ബൻഡാണ്. അതിൽ നിങ്ങൾക്ക് അപമാനം എന്താണ്? ഫെഡിയുടെ ശബ്ദം ഉയർന്നു. എനിക്ക് നിൻ്റെ ഷാഡോ ആയി നടക്കേണ്ട ആവശ്യമില്ല. കാതറിൻ കുറച്ചു നേരം ഒന്നും പറഞ്ഞില്ല. പിന്നീട് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ പിന്നിൽ നടന്നപ്പോൾ ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നു. ഞാൻ നിങ്ങളുടെ അരികിലെത്തിയപ്പോൾ ഞാൻ കോമ്പറ്റീറ്ററായോ? മറുപടി ഉണ്ടായില്ല. അന്ന് അവർ കോൺഫറൻസിന് ഒറ്റയ്ക്ക് പോയി. പിന്നീട് മാസങ്ങളോളം അവർ ഒരേ വീട്ടിലായിരുന്നു. പക്ഷേ ജീവിതങ്ങൾ രണ്ടായിരുന്നു. സംസാരം ആവശ്യത്തിന് മാത്രം. ഒരുമിച്ചുള്ള യാത്രകളില്ല. ചിരികൾ കുറഞ്ഞു, സ്പർശനങ്ങൾ കുറഞ്ഞു, അടുപ്പം കുറഞ്ഞു. കാതറിൻ ഓഫീസിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. കാരണം ഓഫീസിൽ അവളുടെ കഴിവ് അംഗീകരിക്കപ്പെട്ടു. വീട്ടിൽ അതേ കഴിവ് സംഘർഷത്തിൻ്റെ കാരണമായി മാറി. ഒരു ദിവസം അവൾ പറഞ്ഞു, നമുക്ക് കൗൺസിലിംഗ് എടുക്കാം. ഫെഡി നിരസിച്ചു. എനിക്കൊരു പ്രശ്നവുമില്ല. ഒരുപക്ഷെ ആ വിവാഹത്തിലെ ഏറ്റവും അപകടകരമായ വാചകം അതായിരുന്നു. കാരണം പ്രശ്നമുള്ള ഒരു ബന്ധത്തിന് സഹായം ലഭിക്കാം, പക്ഷേ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്തിടത്താണ് മാറ്റം വളരെ ബുദ്ധിമുട്ടാകുന്നത്. കാതറിൻ കഥ പറഞ്ഞ്
ഞാൻ വിജയിച്ചത് തെറ്റായിരുന്നോ? ഞാൻ പറഞ്ഞു, വിജയിച്ചത് തെറ്റല്ല, പക്ഷേ ആ ബന്ധത്തിൽ ഒരാളുടെ വിജയം മറ്റൊരാളിൽ ഭയം സൃഷ്ടിക്കുമ്പോൾ അതിനെക്കുറിച്ച് നേരത്തെ സംസാരിക്കേണ്ടതുണ്ട്. അവൾ നിശബ്ദയായി കേട്ടിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ലീഡർഷിപ്പ് എന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന കഴിവല്ല, നമ്മുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റികളെ നിയന്ത്രിക്കുന്ന കഴിവ് കൂടിയാണ്. ഒരു മാനേജറിന് തൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ കഴിവിനെ ഭയമാണെങ്കിൽ അയാൾ ആ വ്യക്തിയെ വളരാൻ അനുവദിക്കില്ല. ഒരു ജീവിത പങ്കാളിക്ക് മറ്റേയാളുടെ വളർച്ചയെ ഭയമാണെങ്കിൽ അവിടെയും അതേ കാര്യം സംഭവിക്കാം. ആദ്യം പ്രോത്സാഹനം കുറയും, പിന്നീട് അംഗീകാരം കുറയും, പിന്നീട് പരിഹാസം വരും, പിന്നീട് അകലം വരും. അവസാനം ഒരിക്കൽ സ്നേഹിച്ചിരുന്ന രണ്ട് മനുഷ്യർ പരസ്പരം മത്സരിക്കുന്നവരായി മാറും. അവരുടെ വിവാഹം പിന്നീട് അവസാനിച്ചു. അതിൻ്റെ കാരണം ഒരു അഫെയർ ആയിരുന്നില്ല, മദ്യമായിരുന്നില്ല, സാമ്പത്തിക ദാരിദ്ര്യമായിരുന്നില്ല, അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്ത്രീയോ പുരുഷനോ കടന്നു വന്നതുമല്ല. കാതറിൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അവരുടെ വിവാഹത്തിലേക്ക് കടന്നു വന്ന മൂന്നാമൻ ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ഒരിക്കൽ കാതറിൻ്റെ കൈ പിടിച്ച് ഫെഡി പറഞ്ഞിരുന്നു, നിനക്ക് വലിയ നിലയിലെത്താൻ കഴിയും. അവൾ വലിയ നിലയിലെത്തി. പക്ഷേ അവൾ അവിടെ എത്തിയപ്പോൾ ആ കൈ അവൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വിജയിച്ച സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ ഇൻസെക്യൂർ ആണെന്നല്ല. അതുപോലെ സ്ത്രീ കൂടുതൽ സമ്പാദിക്കുന്നത് കൊണ്ടോ ഉയർന്ന പദവിയിൽ എത്തുന്നത് കൊണ്ടോ വിവാഹം തകരണമെന്നുമില്ല. മറുവശത്തും ഇതേ പ്രശ്നം സംഭവിക്കാം. ഭർത്താവിൻ്റെ വിജയത്തെ ഭാര്യയ്ക്ക് അംഗീകരിക്കാൻ കഴിയാതിരിക്കാം. ഒരു സുഹൃത്തിൻ്റെ വളർച്ച മറ്റൊരു സുഹൃത്തിന് സഹിക്കാൻ കഴിയാതിരിക്കാം. ഒരു മാനേജറിന് സബോർഡിനേറ്റിൻ്റെ കഴിവ് ഭീഷണിയായി തോന്നാം. ഒരു ബിസിനസ് പാർട്ട്ണർക്ക് മറ്റേയാളുടെ റെക്കഗ്നിഷൻ അംഗീകരിക്കാൻ കഴിയാതെയാവാം. അതിനാൽ പ്രശ്നം സ്ത്രീയുടെയോ വിജയമോ പുരുഷൻ്റെ വിജയമോ അല്ല, പങ്കാളിയുടെ വിജയത്തെ മത്സരമായി കാണുന്ന മനോഭാവമാണ്. ദുബായിലെ ആ ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞ ഒരു ആശയം കാതറിൻ്റെ കഥയിലും വീണ്ടും ഓർമ്മ വന്നു. ഗ്രേറ്റ് ലീഡേഴ്സ് ഡോണ്ട് ക്രിയേറ്റ് സ്മോളർ പീപ്പിൾ അറൗണ്ട് ദം, ദേ ക്രിയേറ്റ് പീപ്പിൾ ഹൂ മേ വൺ ഡേ ബിക്കം ഗ്രേറ്റർ ദാൻ ദം. വിവാഹത്തിലും അതുതന്നെ. നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തെത്തിയാൽ അവളുടെ കസേരയുടെ ഉയരം നിങ്ങളുടെ വില കുറയ്ക്കുന്നില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെക്കാൾ കൂടുതൽ സമ്പാദിച്ചാൽ അയാളുടെ ശമ്പളം നിങ്ങളുടെ മൂല്യം അളക്കുന്ന സ്കെയിലല്ല. നിങ്ങളുടെ പങ്കാളിക്ക് കൂടുതൽ റെക്കഗ്നിഷൻ ലഭിച്ചാൽ അവരുടെ വെളിച്ചം നിങ്ങളുടെ വെളിച്ചം കെടുത്തുന്നില്ല. വിവാഹം ഒരു റേസ് അല്ല. ഭർത്താവും ഭാര്യയും ഓപ്പോസിറ്റ് ടീമുമല്ല. ഒരാളുടെ വിജയം മറ്റൊരാളുടെ തോൽവിയായി അനുഭവപ്പെടുന്ന ദിവസം മുതൽ ബന്ധം അപകടത്തിലാകാം. ലോകം മുഴുവൻ നിങ്ങളുടെ ഭാര്യയെ അഭിനന്ദിച്ചേക്കാം. നൂറുകണക്കിന് ആളുകൾ അവളുടെ ലിങ്ക്ഡൻ പോസ്റ്റിൽ കൺഗ്രാജുലേഷൻ എഴുതിയേക്കാം. ഒരു ഓഡിറ്റോറിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേക്കാം. പക്ഷേ വീട്ടിലെത്തുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കണ്ണുകളിൽ അഭിമാനം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിജയത്തിനുള്ളിലും വലിയൊരു ഏകാന്തതയുണ്ടാകാം. അതുപോലെ തന്നെ ലോകം മുഴുവൻ നിങ്ങളുടെ ഭർത്താവിനെ വിജയിയായി കണ്ടിട്ടും സ്വന്തം ഭാര്യയുടെ കണ്ണുകളിൽ പരിഹാസം മാത്രമാണെങ്കിൽ അയാൾ ഒറ്റപ്പെട്ടവനാകും. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളി ഉയരുമ്പോൾ കൈപിടിച്ച് കൂടെ ഉയരുക. അവരുടെ വിജയത്തിന് ഏറ്റവും വലിയ കയ്യടി നിങ്ങളുടെ കൈകളിൽ നിന്നാകട്ടെ. അവസാനമായി ഒരു ചോദ്യം. നിങ്ങളുടെ പങ്കാളി നാളെ നിങ്ങളെക്കാൾ കൂടുതൽ വിജയിച്ചാൽ, കൂടുതൽ സമ്പാദിച്ചാൽ, കൂടുതൽ പ്രശസ്തനായാൽ, കൂടുതൽ പ്രശസ്തയായാൽ, കൂടുതൽ ആളുകൾ അവരെ ആദരിച്ചാൽ, നിങ്ങളുടെ പേര് പറയുന്നതിന് മുമ്പ് ആളുകൾ നിങ്ങളുടെ പങ്കാളിയുടെ പേര് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമോ? അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയുമോ? അതോ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ സപ്പോർട്ടറിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായി മാറുമോ? ഓർക്കുക, നല്ലൊരു വിവാഹത്തിൽ ആരാണ് മുന്നിൽ എന്നതല്ല പ്രധാനം, രണ്ടുപേരും ഒരേ ദിശയിലാണോ നടക്കുന്നത് എന്നതാണ്. വിവാഹം അത് വേണോ? വേണം. പക്ഷേ നിങ്ങളോടൊപ്പം വളരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ മാത്രമല്ല, നിങ്ങളെക്കാൾ വളർന്നാലും സ്നേഹിക്കാനും അഭിമാനിക്കാനും കൈയടിക്കാനും കഴിയുന്ന ഒരാളെ തിരഞ്ഞെടുക്കണം. കാരണം യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ ചിറകുകൾ മുറിക്കില്ല. നിങ്ങൾ പറക്കുമ്പോൾ അതും സന്തോഷിക്കും.